മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. Vinita on stage. From Malabar side, Vinita. Next we have Sanita Balakrishnan. Next on floor, Radhika Rathan. Kayani Bora. Next, Srija Punu. Srija Punu. Next, Kaikulatinte മണ്ണിൽ നിന്നും രശ്മി അനിൽ. ആരും മൊബൈലിൽ ഷൂട്ട് ചെയ്യരുത്, പ്രത്യേകം എടുത്തു പറയട്ടെ. Next, Vijita on stage. Vijita. Ladies and gentlemen, next on floor, Deepthi Pratish. Next, Mitra Manapuram. Next on floor, Kochina മണ്ണിൽ നിന്നും സ്നേഹ ശ്രീകുമാർ. Make some noise, guys! Next, Vinanurinte മണ്ണിൽ നിന്നും മഞ്ജു വിജയ്.
Ladies and gentlemen, next we have the very beautiful and talented Priyanka Anand. ഒന്നുകൂടി നമ്മുടെ എല്ലാ ലേഡീസിനെയും ഒരിക്കൽ കൂടി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല ശക്തമായിട്ടുള്ള കൈയടികളുടെ കുറവുണ്ട്. നല്ലൊരു കൈയടി എല്ലാവരും. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന് സമ്മാനിക്കുക. പ്രൗഢഗംഭീരമായ ലേഡീസ് ഫാഷൻ ഷോ, അതിനുശേഷം ഇതാ മെയിൻ ഫാഷൻ ഷോ സമാരംഭിക്കുന്നു. ഇനി ഈ ഒരു വേദിയിലേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് വേദിയിലേക്ക് എത്തുകയാണ്. കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള ഒരു വരവ് തന്നെ ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അടുത്തതായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെയിൽ കോമ്പറ്റീഷൻ. മലയാറ്റൂരിന്റെ മണ്ണിൽ നിന്നും വ്യത്യസ്തമാർന്ന പ്രകടനവുമായി ഫാഷൻ ഷോ നാമിലേക്ക് എത്തുന്നു ശ്രീമോദ് മലയാറ്റൂർ. Okay, next we have Kochi Guinnessന്റെ കലാമോന്റെ നമ്മുടെ സ്വന്തം KA പ്രസാദ്.
അടുത്തതായി വേദിയിലേക്ക് വരുന്നു തബലയിൽ 40 വർഷം തികച്ച ഏലൂരിന്റെ ജോർജ് സാർ. ജോർജ് ഏലൂർ. ചെങ്ങനാശ്ശേരിയുടെ മണ്ണിൽ നിന്നു സാഗറിന്റെ അഭിമാനം കണ്ണൻ സാഗർ. പറവൂരിന്റെ മണ്ണിൽ നിന്നും ബിജുക്കുട്ടൻ. ചക്കരമുത്ത് അനുശ്രീ മോഹൻ. Yes, the winding contestants. All contestants are wrong.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി നല്ല ഗംഭീരമായിട്ടുള്ള കൈയടി നമ്മുടെ എല്ലാ ബ്യൂട്ടിഫുൾസിനെയും കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും ടാസ്ക് ആയിരിക്കും നമ്മുടെ ജഡ്ജസിന് ഇതുപോലൊരു ഫാഷൻ ഷോ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത് അല്ലേ? ഞങ്ങള് ചെറിയ പരിപാടികളൊന്നും എടുക്കാറില്ല. ബിജുകുട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ആങ്കർ സ്റ്റേജിന്റെ പുറകിൽ വെച്ചിട്ട് പീഡിപ്പിക്കപ്പെടുന്നത്. അത് ഞാനാണ്. ഇത് ശരിക്കും ബിജുചേട്ടന്റെ വേഷം. കുറെ നാളുകൾക്ക് ശേഷം, കൊച്ചിൻ രസികയ്ക്ക് ശേഷം വീണ്ടും ബിജുകുട്ടൻ ചേട്ടനെ ഈ ക്വാളിറ്റി കാണുന്നത് ഞങ്ങൾ ഇപ്പോഴാണ്. ഓക്കെ, നമുക്ക് ഒരു പെർഫോമൻസിന് അവർക്കൊന്ന് ജഡ്ജ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുവരെ ഒന്ന് ജഡ്ജ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഉടൻ തന്നെ നമുക്ക് ഒരു നല്ല കൈഡി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അവർ മാർക്ക് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. മിമിക്രിക്കാരുടെ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ അതിനോട് താല്പര്യം കാണിക്കുകയും സ്വന്തം പ്രൊഫഷൻ എന്ന രീതിയിൽ അവർ അതിനെ കാണുകയും ചെയ്തതിനാണ് ഒരു സ്പെഷ്യൽ കൈയടിയോട് നമുക്ക് രണ്ട് ജഡ്ജസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനൊരു കൈയടി കണ്ടോ, കുറച്ച് പേരൊക്കെ മസിലൊക്കെ പിടിച്ച് തുടങ്ങി അല്ലേ? ചെറിയ മസിലൊക്കെ 40 വർഷത്തെ മറ്റേ 36 വർഷം ജോർജ് സാർ അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങിയെങ്കിൽ അതൊക്കെ വിടുക. ഓക്കെ, അല്ല എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ഫാഷൻ ഷോ കണ്ടിട്ട് രണ്ട് ജഡ്ജസും തലയും കുത്തി കിടന്ന് ചിരിക്കുന്നത് കാണുന്നത്. കാരണം ഫാഷൻ ഷോ പോലുള്ള ഒരു കലാരൂപം വളരെ സീരിയസ് ആയിട്ട് ജഡ്ജ് ചെയ്യുകയും വളരെ എന്താ പറയുക കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കുകയും അതിന്റെ വാക്ക് നോക്കുന്നു, അവരുടെ പോസ് നോക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ കമന്ന് കിടന്ന് ചിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരോട് തന്നെ ഒന്ന് ചോദിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാഷൻ ഷോ? കൊടും ഭീകരമായിരുന്നു. ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയാം. ഉറപ്പായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ടാണ് നോക്കിയത്. എല്ലാവരും ഭയങ്കരമായിട്ട് നമുക്ക് ഹാപ്പി ആയിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടായി കണ്ടപ്പോൾ. അടിപൊളിയായിരുന്നു. സജന എങ്ങനെ ഉണ്ടായിരുന്നു സജനയുടെ എക്സ്പീരിയൻസ്? സെയിം ആയിരുന്നു. ലൈക്ക് ഗേൾസിലെ ഒരു ടീം വന്നപ്പോഴേക്കും ഓക്കെ ഫൈൻ, ഓക്കെ നമ്മൾ കാര്യമായിട്ടാണ് നോക്കേണ്ടിയിരിക്കുന്നത്. പ്രൊഫഷണൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ജെൻസിന്റെ എത്തുമ്പോഴേക്കും ഓക്കെ. അപ്പൊ നമ്മുടെ ചേട്ടന്മാരാണ് തകർത്തിരിക്കുന്നത്, സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നമ്മളുടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയതിലും ഇത്രയും നേരം നിങ്ങളുടെ വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ മായുടെ വക ഒരു വലിയ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പം വിത്ത് യുവർ പെർമിഷൻ നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. അതായത് ടിനിച്ചേട്ടാ ഒന്ന് വേദിയിലേക്ക് വരണം. ടിനിച്ചേട്ടൻ ഒരു സമ്മാനം കൊടുക്കണം. ടെസ്നി ചേച്ചിയും കൂടെ ഒന്ന് വേദിയിലേക്ക് വരണം. ടെസ്നി ചേച്ചി, ടെസ്നിത്തയും കൂടെ ഒന്ന് വേദിയിലേക്ക് വരണം. ടിനിച്ചേട്ടനും കൂടെ വേദിയിലേക്ക് വരണം. വളരെ ചെറിയ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് കേട്ടോ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മാത്രമേ അനൗൺസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡും തേർഡും കൂടെ ഒന്ന് പറയാം. സമ്മാനം ഫസ്റ്റിന് മാത്രമേ ഉള്ളൂ. അപ്പം ലേഡീസിന്റെ സെക്ഷനിൽ നമുക്ക് ആണോ 3 സമ്മാനമുണ്ട്. ഓ വെരി ഗുഡ്. അപ്പൊ 3 സമ്മാനവും നമ്മൾ കൊടുക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ. താങ്ക് യു സാവി ചേട്ടാ. അപ്പൊ ലേഡീസിന്റെ സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രിയങ്ക. ഇത് ആഘോഷിക്കുന്നത്. സെക്കൻഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മീഡിയ പാർട്ട്ണർ ആയിട്ടുള്ള ഹൈദരാബാദ് ടീമാണ്. Want to talk. താങ്ക് യു സോ മച്ച് കേട്ടോ. അവരുടെ ഏറ്റവും വലിയൊരു ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണ് ഇങ്ങനെ ഒരു സമ്മാനം. അപ്പൊ ദശ ചേച്ചി ഇതൊന്ന് കൈമാറുന്നതാണ്. പ്രിയങ്ക ഫസ്റ്റ്. സെക്കൻഡ് പ്രൈസ് മഞ്ജു വീണ. മഞ്ജു ചേച്ചി. മഞ്ജു വിജീഷ്. മഞ്ജു വിജീഷ് ആണ് സെക്കൻഡ് പ്രൈസ്. തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് സരിത ബാലകൃഷ്ണൻ. തേർഡ് പ്രൈസ് സരിത ബാലകൃഷ്ണൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ശരിക്കും 1 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് കേട്ടോ ഈ പ്രൈസസ് ഒക്കെ പോയിരിക്കുന്നത്. അപ്പം ശരിക്കും വെരി ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സരിത ഇവിടെ ഉണ്ടോ? സരിത
വെളിയിലാണെന്ന് തോന്നുന്നു. സരിത എത്തിയോ? വരുന്നുണ്ട്. ഓക്കെ. സരിത ബാലകൃഷ്ണൻ. സരിത ബാഗ്സ് തേർഡ് പ്രൈസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും തേർഡും കൂടെ ഒന്ന് റാമ്പിൽ പോയിട്ട് വന്നാൽ നന്നായിരിക്കും തോന്നുന്നു. അല്ല, അത് കയ്യിൽ വെച്ചു. അതിങ്ങനെ ശരി, പോയിട്ടോ. കവർ പിടിച്ചോ. പൊക്കോ. ചേച്ചിയും റാമ്പ് വോക്ക് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അതാണ് നമ്മുടെ ജഡ്ജസും നമ്മുടെ വിന്നറും കൂടെ ഒരു ചെറിയ റാമ്പ് വോക്കാണ്. താങ്ക് യു ഷഫീഖ് ആൻഡ് സജ്ന, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ജെൻസിന്റെ സെക്ഷനിലേക്ക്. താങ്ക് യു വണ്ടർഫുൾ ലേഡീസ്, താങ്ക് യു. ഇനി നമ്മുടെ ഇവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന അതെ, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാഷൻ ഷോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജഡ്ജസിനെ തലകുത്തി ചിരിപ്പിച്ച ഒരു ഫാഷൻ ഷോ ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രൈസ് ബാഗ് ചെയ്തിരിക്കുന്നത് ഹരിശ്രീ നമ്മുടെ ടിനിച്ചേട്ടൻ. ജിനിച്ചേട്ടന് ഈ സമ്മാനം ഒന്ന് തന്നോട്ടെ യൂസഫക്ക. അങ്ങനെ യൂസഫക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഉണ്ണിരാജ. സെക്കൻഡ് പ്രൈസ്. ഉണ്ണിച്ചേട്ടനോട് ഇവിടെ ഉണ്ടോ? ആളുണ്ടോ? ആളെത്തിക്കോട്ടെ. ആളുണ്ടോ ഇവിടെ? ഉണ്ണിരാജയുണ്ടോ? ഉണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ണിരാജ bags the second prize. And the third prize goes to Kannan Sagar. Third prize goes to Kannan Sagar. മൂന്ന് വിന്നേഴ്സും കൂടെ ഒരു റാമ്പ് നടക്കണം. 3 വിന്നേഴ്സ്, ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നിച്ച്. റാമ്പ് വാക്കുന്ന ഉദ്ദേശിച്ചത് വീട്ടിലോട്ട് തിരിച്ചു പോകാനല്ല. ഏതായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു സജ്ന, താങ്ക് യു ഷഫീഖ്, താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്.